ഹായ് ഗൈസ്, ഇന്നപ്പോൾ ഞാനൊരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണ്. അതിൽ നമ്മൾ തേങ്ങാപ്പാലൊന്നും ഒഴിക്കുന്നില്ല, അല്ലാണ്ട് തന്നെ ബാച്ചിലേഴ്സിനൊക്കെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു പാകത്തിനാണ് ഞാനിത് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ബാ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക, ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിനും വെളുത്തുള്ളി, ഇഞ്ചി, സബോള, ഒരു തണ്ട് കറിവേപ്പില, 2 സബോളയാണ് ഞാൻ മൊത്തത്തിൽ എടുത്തേക്കുന്നത്, ആവശ്യത്തിന് ഉപ്പ്, പച്ചമുളക്, എല്ലാം കൂടെ നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് വഴന്നു വന്നു കഴിയുമ്പം ഒരു അര തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. തുറന്നു നോക്കാം. ഏകദേശം ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ഇളക്കി ഈ പരുവത്തിനാകുമ്പോഴത്തേക്കിനും നമുക്ക് മുളക് പൊടി, അതിനെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം, മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് മുട്ട മസാലയാണ്. വേറൊരു മസാലയും ഞാനിതിന് ഉപയോഗിക്കുന്നില്ല. 2 സ്പൂൺ മുട്ട മസാല എടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഈ ഒരു പരുവാകുമ്പോഴത്തേക്കിനും 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഉപ്പ് നോക്കിയപ്പം കുറച്ച് കുറവായിരുന്നു, അപ്പൊ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കാം. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോഴത്തേക്കും അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഇപ്പൊ ഏകദേശം നന്നായിട്ടെല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുഴുങ്ങിയ മുട്ട ഇട്ട് കൊടുക്കാം. ഞാൻ 2 മുട്ട നടുവേ മുറിച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ആ മുട്ടേനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇച്ചിരി ടാസ്ക് ആയിരുന്നു മുട്ടയൊന്ന് മറിഞ്ഞു വരാൻ. ഭയങ്കര മടിയായിരുന്നു ഈ മുട്ടയ്ക്കൊന്ന് മറിയാൻ. ഈ സമയത്തിന് ഞാനൊരു പൂരി ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഈ മുട്ടക്കറിയുടെ കൂടെ പൂരിയാണ് കഴിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ സമയത്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് വേവുന്ന നേരത്തിന് ഞാൻ ഒരു അടിപൊളി പൂരി ഉണ്ടാക്കുവാണേ. ഒന്നും ചെയ്തില്ല, തന്നെത്താനെ അത് മറിഞ്ഞു വന്നു. നല്ല പൊങ്ങി നല്ല സോഫ്റ്റ് പൂരിയാണേ. ഇനി നമുക്ക് മുട്ടക്കറി ഒന്ന് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇത് തുറന്നു നോക്കാം. എല്ലാം മുട്ടയും എല്ലാം കൂടി ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കാം. ഒരുപാട് കുത്തി ഉടയ്ക്കരുത്, മുട്ടയൊക്കെ ഉടഞ്ഞു പോവും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കാനേ പാടുള്ളൂ. മുട്ടയിട്ട് കൂട്ടി ഇളക്കാൻ പാടില്ല. അത്യാവശ്യം നന്നായിട്ട് തന്നെ മുട്ട എല്ലാം വന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ നമ്മുടെ മുട്ടക്കറി. ഇനി നമുക്ക് പൂരിയുടെ കൂടെ കഴിച്ചു നോക്കാവേ. ഗൈസ്, അത്രേ ഉള്ളൂ നമ്മുടെ മുട്ടക്കറി റെസിപ്പി. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഒരു ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയ ഒരു ഈസി മുട്ടക്കറിയാണ്. കാരണം നമ്മൾ ഇതിൻ്റെ തേങ്ങാപ്പാലൊന്നും ഒഴിക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് വേഗം തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു പരിപാടിയേ ഉള്ളൂ. അപ്പം എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.